എന്താ പ്രതീക്ഷിക്കണ വിലേ? അത് ഒരു 1000 റുപ്യ. 1000 റുപ്യ? എന്താ തമ്പുരാൻ, ഈ ജാമ്പവാന്റെ കാലത്തെ സാധനത്തിന് 1000 റുപ്യ? 1000 റുപ്യക്ക് 1 ലിറ്റർ സ്കോച്ച് കിട്ടും. അത് അത്രയും പണത്തിന്റെ ആവശ്യമുണ്ട്. എന്താ തമ്പുരാൻ, അതെന്ത് ന്യായമാണ്? നമുക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. വിൽക്കാനുള്ളത് ചക്കയാണ്. ചക്കയ്ക്ക് 10,000 രൂപ കേട്ടോ. എന്തിനല്ലേ ഒരു സാമാന്യ നിയമം? ഒരു നമ്മൾ ചെയ്യുന്ന ജോലിക്ക് എത്ര ശമ്പളം കിട്ടിയാലായിരിക്കും ഓക്കെ ഇത് മാന്യമായ ശമ്പളമാണ്, ഇതിന് മേലേക്ക് ഒരു പൊടി പോലും ഞാൻ അർഹിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നാം. അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും? ഉണ്ടായിരിക്കില്ല അല്ലെ? എത്രയധികം ശമ്പളം കിട്ടുന്നോ അത്രയും നല്ലത് എന്നായിരിക്കും നമ്മൾ എല്ലാവരും കരുതുക. ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച 6 നമ്പർ സീൻ ഉണ്ടല്ലോ, നമുക്ക് അതിൽ ലാലേട്ടൻ പറയുന്ന അതേ ഉദാഹരണം വെച്ചിട്ട് ഇതിന് മേലെ ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. നമ്മൾ നമ്മുടെ സ്കിൽ സെറ്റ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ നോളജ്, നമ്മുടെ എഡ്യൂക്കേഷൻ, ഇതെല്ലാം നമ്മളൊരു ചക്കയായിട്ട് സങ്കല്പിക്കുക. ഈ ചക്കയും കൊണ്ടാണ് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്നത് ജോലി അന്വേഷിച്ചുകൊണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് അനന്തമായ ഒരു എമൗണ്ട് ആണ്. എത്ര കിട്ടുന്നോ അത്രയും നല്ലത്. ഇതുപോലെ ചക്കകളുമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കൂടെ തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ ചക്ക വാങ്ങാൻ പ്രത്യേകിച്ച് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ആളുകൾ വളരെ കുറവാണ്. കാരണം ചക്ക വളരെ സുലഭമാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? ഒന്നുകിൽ വളരെ താഴ്ന്ന വിലയിൽ ചക്ക അവിടെ വിൽക്കുക, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചക്ക ഉപയോഗിച്ചുകൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ടുള്ള മേ ബി ചിപ്സ്, ജാം, പായസം, ഇങ്ങനെയുള്ള സാധനങ്ങൾ വ്യത്യസ്തമായിട്ട് ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കേരളത്തിൽ തന്നെ നമ്മുടെ ചുറ്റുപാട് തന്നെ വിൽക്കാൻ പറ്റുമോ നോക്കാം. അതും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചക്ക എടുത്തുകൊണ്ട് നേരെ ദുബായിക്ക് വിടാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് വിടാം. മലയാളികളുള്ള ചക്ക അല്ലെങ്കിൽ ചക്ക കഴിക്കുന്ന ആളുകളുള്ള എന്നാൽ ചക്ക അധികം ലഭിക്കാത്ത സ്ഥലത്തേക്ക് നമ്മൾ ഈ ചക്ക എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് നല്ല വിലയ്ക്ക് ഈ ചക്ക വിൽക്കാൻ സാധിച്ചേക്കും. നമ്മൾ നമ്മുടെ സ്കിൽ സെറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ സ്കിൽ സെറ്റ് ആവശ്യമുള്ള എന്നാൽ ഇതേ സ്കിൽ സെറ്റുകളുമായിട്ട് അധികം ആളുകൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ല പരമാവധി വിലയ്ക്ക് നമുക്ക് നമ്മുടെ സ്കിൽ സെറ്റ് വിൽക്കാൻ പറ്റിയേക്കും. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഓ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പുറം രാജ്യത്തേക്ക് കയറി വന്നത്, ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും. പക്ഷെ ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിലുള്ളത് വില കുറഞ്ഞ സ്കിൽസ് ആയി പോയത്? എന്തുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ചക്കയായി പോയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ കൂടുതൽ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ആപ്പിളോ അവക്കാടോ അല്ലാതായി പോയത് എന്തുകൊണ്ടാണ്? അതാണ് ചോദ്യം. ഇനി എങ്ങനെയെങ്കിലും പഠിച്ച് ബെറ്റർ ലോകത്തിന് വേണ്ടതായിട്ടുള്ള സ്കിൽ നേടിയെടുത്തു കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് അത് നമുക്ക് കേരളത്തിൽ സെല് ചെയ്യാൻ പറ്റാത്തത്? നമുക്ക് അത് എടുത്തുകൊണ്ട് കടൽ കടക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിനുള്ള പ്രധാന കാരണം നമുക്ക് സോഷ്യലിസ്റ്റോടും കമ്മ്യൂണിസ്റ്റോടുള്ള പ്രേമം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് ഇത് സെല് ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് സംരംഭത്വത്തോടും ബിസിനസ്സുകളോടും കോർപ്പറേറ്റിനോടും ക്യാപിറ്റലിസ്റ്റോടുള്ള വെറുപ്പ് കൊണ്ടാണ് നമുക്കിത് നമ്മുടെ നാട്ടിൽ നിന്ന് സെല് ചെയ്യാൻ പറ്റാത്തത്. ഒരു സംരംഭത്വത്തോടും ബിസിനസ്സിനോടും താല്പര്യമുള്ള ഒരു ജനതയായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ കുടുംബത്തോടു കൂടി ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കായിരുന്നു. അങ്ങനെയുള്ള രാജ്യങ്ങളും സ്ഥലങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നമുക്ക് വേണ്ടത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് ഇനിയെങ്കിലും വേണ്ടത് നമുക്ക് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ് ഉള്ള ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നാട്ടിൽ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു വരണം. നമുക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എങ്ങനെയാണ് മുതലാളിത്തം അല്ലെങ്കിൽ മൂലധന സിദ്ധാന്തം ലോകത്തെ പട്ടിണി മാറ്റിയത്, അവർക്ക് ബെറ്റർ ലൈഫ് കൊടുക്കുന്നത്, അവർ നല്ല രീതിയിൽ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നമ്മുടെ മനുഷ്യരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇനിയും എല്ലാം ഗവൺമെന്റ് ഏറ്റെടുക്കണം, പ്രൈവറ്റ് പ്രോപ്പർട്ടീസേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം അന്ധവിശ്വാസികളായുള്ള ജനങ്ങളെ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ഐ എം പെർസ്യൂയിങ് സച്ച് എ ജേർണി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. Thank you for watching.